തുടർഭരണ പ്രസ്താവനയിലെ വിമർശനങ്ങൾക്ക് വീണ്ടും മറുപടിയുമായി കെ സച്ചിദാനന്ദൻ. ഇടതുപക്ഷത്തു നിന്നാണ് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത്. കോൺഗ്രസ് അടക്കം ഏതു പാർട്ടി ഭരിച്ചാലും സ്വയം വിമർശനമില്ല എങ്കിൽ അപ്രമാദിത്വം തോന്നാം. ജൽപ്പനങ്ങൾക്ക് പ്രതികരിച്ച് ഇനി സമയം കളയാനില്ല എന്നും കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവർത്തിച്ചു. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ തുടർഭരണം ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞ ശേഷം തുടർച്ചയായി ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആരായുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇനി ജൽപ്പനങ്ങൾക്ക് പ്രതികരണമില്ല എന്ന രൂപത്തിൽ മറുപടി നൽകുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ടോ? സ്മൃതി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ CPM സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സച്ചിദാനന്ദൻ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ പക്ഷേ സച്ചിദാനന്ദൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിലാണ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. താൽക്കാലികമായി വെടിനിർത്തൽ നടത്തണമെന്ന ഒരു അപേക്ഷ നടത്തുന്നു. ആ അപേക്ഷ അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്നത്, അറിയാതെ പറയുന്നത്, താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്, താൻ പറഞ്ഞത് എന്താണെന്ന് തനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ അത് കേൾക്കുന്നവർക്കോ തനിക്കെതിരെ പറയുന്നവർക്കോ അത് ബോധ്യപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. ഞാൻ ഇടതുപക്ഷത്ത് നിന്നാണ് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത്. കോൺഗ്രസിന് അത്തരത്തിലുള്ള സ്വയം വിമർശനം ഉണ്ടായില്ലെങ്കിൽ അത് അവർക്ക് ദോഷം ചെയ്യുമെന്ന് താൻ പലകുറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും അത് കേൾക്കുന്നില്ല. ആ പറഞ്ഞത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ വ്യക്തിപരമായി വിമർശിക്കുകയാണ് എന്നതാണ് അദ്ദേഹം ഇന്ന് വരുന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഒരു പൊതുതത്വം താൻ പറഞ്ഞു, പക്ഷേ ആ പൊതുതത്വത്തെ വലതുപക്ഷത്തെ വിമർശിച്ച് പോസ്റ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്നവർ തനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളെ അദ്ദേഹം ഇന്നും വിമർശിക്കുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ അദ്ദേഹം അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നു. ഇനി താൻ ഒരു അഭിപ്രായ പ്രകടനത്തിനില്ല എന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്മൃതി, ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.